പ്രശാന്തേട്ട, മാതൃഭൂമി എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇത്. എന്താണെന്നറിയോ? ഒരു മാർച്ച് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. പ്രേക്ഷകരെ കൂടെ കാണിച്ചു. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്താലും കാണിക്കും. അത് വേറെ കാര്യം. അപ്പൊ ഇതെന്താ സംഗതി എന്നറിയോ? ഇത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചാണ് വലിയ പ്രാധാന്യത്തിൽ മാതൃഭൂമി എടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പേജ് എത്രയാണെന്നറിയാം? പേജ് 2. വെൽഫെയർ പാർട്ടി ആരുടേതാണ്? ജമാഅത്തെ ഇസ്ലാമിയുടേത്. ജമാഅത്തെ ഇസ്ലാമി എന്താണ്? ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ലോക വിവരമില്ലാത്ത കുറെ അവന്മാരുടെ ടെററിസ്റ്റ് ഗ്രൂപ്പ്. അതായത് ലോകം മൊത്തം ഇസ്ലാം ആകണം, ഇസ്ലാം രാജ്യം വരണമെന്നാണ് അതിന്റെ അർത്ഥം പോലും. അതാണ് ആ ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയാൽ സാധാരണ ഒരു ചെറിയ ന്യൂസ് 8-ാം പേജിൽ സാധാരണ പത്രക്കാർ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൊടുക്കത്തില്ല. കൊടുത്താൽ എവിടെ ഇപ്പൊ ശ്യാം കാണിച്ചത് ഒരു ജില്ലാ കമ്മിറ്റിയുടെ ആ ഒരു മാധ്യമങ്ങൾ പോലും ഇല്ലെന്നല്ലേ മുമ്പേ പറയാം. ഒരു മാധ്യമങ്ങൾ പോലും കൊടുക്കാത്ത ന്യൂസ്, ഒരു മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു ന്യൂസ് മാതൃഭൂമി വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. മാതൃഭൂമിക്ക് എന്താണ് ഇത്ര കുഴപ്പം? മാതൃഭൂമിക്ക് കുഴപ്പമല്ല. ഇപ്പൊ മാധ്യമം, മീഡിയ 1 ചാനലുകൾ ജമാഅത്ത് ഇസ്ലാമിയുടെയാണെന്ന് എല്ലാവർക്കും അറിയാം. പറഞ്ഞ മനസ്സിലാവുന്നത്. ഇപ്പൊ മാതൃഭൂമി എന്ന് പറയുന്ന ചാനൽ കഴിഞ്ഞ 1-2 പ്രാവശ്യം നമുക്ക് മാതൃഭൂമി എങ്ങനെ ചർച്ച ചെയ്യേണ്ടി വന്നു. മാതൃഭൂമി എന്ന് പറയുന്ന പത്രവും ചാനലും നടത്തുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ ഫണ്ട് കൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ ഷെയർ ഏതാണ്ട് ഒട്ടുമുക്കാലും അവരുടെ കയ്യിൽ തന്നെയാണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. ഇവരിപ്പോ ചെയ്യുന്ന ഗുണമെന്ന് പറയാം, ഈ ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ ഒരുപക്ഷെ മാധ്യമത്തിൽ കാണണമെന്നില്ല, അല്ലെങ്കിൽ മീഡിയ 1-ലും കാണണമെന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മീഡിയ 1-ഉം മാധ്യമവും ഇത് കൊടുത്താൽ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടേതാണ്. അത് ഈ ചാനലും ആ പത്രവും എന്നറിയാം. ഇത് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. മാതൃഭൂമി എന്ന് പറയുന്ന ഈ ശ്യാം പറഞ്ഞതുപോലെ പണ്ട് തൊട്ടേ പാരമ്പര്യമുള്ള ഒരു വലിയ പത്ര പാരമ്പര്യം പറയുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ആൾക്കാർ ഇപ്പോഴും കാണുന്ന, അതിന്റെ ഷെയറുകൾ ഇതുപോലെ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ ആണെന്ന് അറിയാത്ത വിഭാഗം കൈയാളിക്കൊണ്ടിരിക്കുന്ന ഈ പത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ന്യൂസ് വന്നാൽ, നമ്മളിപ്പോ സിനിമയ്ക്കകത്ത് ഒരാൾ മറഞ്ഞു വന്നിട്ട് ഇപ്പൊ വെളി വന്നതുപോലെ നമ്മുടെ മറഞ്ഞിക്കല്ലായിരുന്നോ, മതേതരവാദിയാണ്, കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ ആഷിഖ് അബു ആരാണ്. അതുപോലെയാണ് ഇപ്പൊ മാതൃഭൂമിയുടെ കളി. മാതൃഭൂമി അതിവിദൂരമല്ലാതെ മാതൃഭൂമിയുടെ ഈ കളി വെളിയിൽ വരും. ഞാനിത് ഇത്രയും നേരം നോക്കി എന്തറിയാമോ? ബാർക്ക് റേറ്റിംഗ് ആണ്. ബാർക്കില് മാതൃഭൂമി എത്രാമെന്നതെന്ന് അറിയാമോ? മാതൃഭൂമി ന്യൂസ് 5-ാം സ്ഥാനം, പോയിന്റ് 42. 1-ാം സ്ഥാനത്തിന്റെ പോയിന്റ് എന്ന് പറഞ്ഞു. 1-ാം സ്ഥാനത്തിന്റെ പോയിന്റ് 109. ഏഷ്യാനെറ്റ് ന്യൂസ് 109. ഇദ്ദേഹത്തിന് ഇവരുടെ 5-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അതിന്റെ റേറ്റ് 42. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ജനങ്ങൾ ഈ മാതൃഭൂമി ന്യൂസിനെ എത്രത്തോളം ഇപ്പൊ തന്നെ കൈ ഒഴിഞ്ഞു എന്നുള്ള കാര്യം. വളരെ പ്രതീക്ഷയോടുകൂടി ഏഷ്യാനെറ്റ് കഴിഞ്ഞാൽ അടുത്ത മാതൃഭൂമി എന്ന് പറയുന്ന ഒരു വിഷ്വൽ മീഡിയ ഉൾപ്പെടെ എല്ലാവരും കണ്ടു തുടങ്ങിയാണ്. മാതൃഭൂമിയുടെ ഈ ഇരട്ടത്താപ്പും അല്ലെങ്കിൽ മാതൃഭൂമി നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഫണ്ട് അവരുടെ എഡിറ്റോറിയൽ നിയന്ത്രണം വളരെ കൃത്യമായിട്ട് ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു ഹിന്ദു പത്രം എന്നാണ് മാതൃഭൂമി അറിഞ്ഞിരുന്നത്. മനോരമയ്ക്ക് ഹിന്ദു പത്രം മനസ്സിലായി, മാതൃഭൂമി ഹിന്ദു പത്രമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ഹിന്ദു വീടുകളിലെല്ലാം മാതൃഭൂമിയായിരുന്നു. അവിടെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല, അവരുടെ ഇതിഹാസങ്ങൾ ശരിയല്ല, അവരുടെ പുരാണങ്ങൾ ശരിയല്ല, അവരുടെ ആഘോഷങ്ങൾ ശരിയല്ല, അതിനകത്തെല്ലാം കുഴപ്പങ്ങളാണ്, ഇതിനകത്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, അതിന്റെ പുറകെ പോകുന്നതൊക്കെ മോശമാണ്, ഇത് രാജ്യത്തെ ശരിയായ രീതിയിൽ ഈ വിശ്വാസങ്ങൾ നയിക്കത്തില്ല. ഒരു പാരഗ്രാഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പാരഗ്രാഫേ പങ്കെടുത്തവര് അവിടെ ആകെ 4 പേരെ അതിനകത്ത് പങ്കെടുക്കാൻ വരുന്നത്. ആ 4 പേര് റോഡേ പോയവരുടെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കല്ലറ, ജനറൽ സെക്രട്ടറി മെഹബൂബ് ഖാൻ, വൈസ് പ്രസിഡന്റ് മധു കല്ലറ, ജില്ലാ ട്രഷറർ MK ഷാജഹാൻ, സെക്രട്ടറി ഷാഹിദ്, ഹാറൂണ്, ഇവരെല്ലാം സംസാരിച്ചു. നീ അവിടെ വന്നവർ മുഴുവൻ സംസാരിച്ചിട്ടുണ്ട്. ആകെ 3 പേരേ ഉള്ളൂ. ആ 3 പേരുടെ പടം വളരെ വ്യക്തമായി അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. 7 പേരെ അതിനകത്ത് പങ്കെടുക്കാൻ വരാറുള്ളൂ. അത് സ്ഥിരമായിട്ട് മാർച്ച് നടക്കുന്ന സെക്രട്ടറിയിലേക്കും പിന്നെ രാജ്ഭവനിലേക്കും സ്ഥിരമായിട്ട് മാർച്ച് മുസ്ലിം ലീഗ് പോലും പരസ്യമായിട്ട് തീർക്കുന്ന ആൾക്കാരാണ് ജമാഅത്ത് ഇസ്ലാമി. കൃത്യമായ ബംഗ്ലാദേശിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശില്
എന്ത് എന്ത് വൃത്തിയായിട്ടാ ഇതാ ചെയ്തത്. കൂടെ നിന്ന് ഹിന്ദുക്കളെ വിശ്വാസത്തിൽ എടുത്ത് കൂടെ നിന്ന് സമരം ചെയ്ത് സമരം വിജയിപ്പിച്ച് കഴിഞ്ഞപ്പോ അവന്മാരെ തന്നെ കൊല്ലാൻ തുടങ്ങി കൊന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുക. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ബലമായിട്ട് സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ അതാണ്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്ത്, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് ആണെങ്കിൽ പോലും അത് നമ്മുടെ കൂടിയാണ്. ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും ക്രൂരതകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവന്മാരെന്നേ പറയും. അവന്മാരെ ഇവിടെ ന്യായീകരിക്കുന്നു, ഇവരെ പബ്ലിസിറ്റി. മാത്രമല്ല ഈ പത്രങ്ങളൊന്നും ഈ ബംഗ്ലാദേശിലെ ഈ ക്രൂരതകളോ ഹിന്ദുക്കെതിരെ ഈ നടന്ന ഇതുകളോ ഒന്നും വേണ്ട. ജനത്തിന് എവിടെ കിടന്നാലും ആടിയെത്താനും വാർത്തയാക്കുന്ന ഈ പത്രങ്ങൾ ഏതെങ്കിലും ഇതിനകത്ത് ബംഗ്ലാദേശിൽ ഇതുപോലുള്ള ക്രൂരതകളോ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളോ ദേശീയ മാധ്യമങ്ങളല്ലാതെ ഈ മാധ്യമങ്ങളിലെങ്ങാണ് നമ്മൾ വാർത്ത കൊടുത്തു. അവിടെ സർക്കാർ സർവീസിൽ നിന്ന് ഹിന്ദുക്കളായിട്ടുള്ളവർ രാജിവെച്ച് നിർബന്ധിതമായി വെപ്പിച്ചു. ഏത് പത്രത്തിൽ കണ്ടു? ഞാൻ കണ്ടില്ല. അതെ, ഞാൻ അതൊക്കെ നോക്കിയപ്പോ ഇതിനകത്ത് കണ്ടില്ല. അതുപോലെ അങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്നത്. വേറെ കാര്യം ശ്യാം ശ്രദ്ധിച്ചായിരുന്നു, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ നമ്മൾ നിസ്സാരമായിട്ടുള്ള നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും. നിസ്സാരമല്ല. ചില കാര്യങ്ങൾ മാധ്യമത്തിൽ വന്നാൽ അതിന് അത്രയും ആൾക്കാർ നമ്മുടെ മുമ്പിൽ കൂടെ ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പോലും നമ്മുടെ വിഷണി വരത്തില്ലയോ എന്ന് പറഞ്ഞാൽ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന കാര്യം നിസ്സാരമല്ല. വാർത്ത ഓടിച്ചു വായിച്ചാൽ പോലും മനസ്സിൽ നിൽക്കും. അതുകൊണ്ട് പത്രം എത്ര സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഡൽഹിയിൽ പോയായിരുന്നു. പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി നമ്മുടെ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കണ്ടിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പറയുന്നതിന് ഫണ്ട് അനുവദിക്കണം, അവിടുത്തെ പുനർനിർമ്മാണം, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തോരം പ്രധാനമന്ത്രി, ഏത് മുഖ്യമന്ത്രി പോലെ പ്രധാനമന്ത്രിയെ കാണാൻ ചെല്ലുമ്പോഴും എന്തെങ്കിലും ഒന്ന് കൊടുക്കുമല്ലോ, ഈ ഉപഹാരങ്ങൾ കൊടുക്കുമല്ലോ. ഇദ്ദേഹം കൊണ്ട് കൊടുത്ത ഉപഹാരം എന്ന് പറഞ്ഞാൽ ശ്രീപത്മനാഭന്റെ പ്രതിമയാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലായിടത്തും ഈ നമ്മുടെ സംസ്കാരം, കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് തലസ്ഥാനത്ത് ശ്രീപത്മനാഭൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രിവിലേജുള്ള സാധനം, അല്ലെങ്കിൽ എല്ലാം എടുത്തു കാണിക്കുന്ന സാധനം, വലിയ അഭിമാനമാണ്. കേരളക്കാരുടെ അഭിമാനം. അത് ഹിന്ദുവിനും അഭിമാനം, ക്രിസ്ത്യാനിക്കും അഭിമാനം, മുസ്ലിമും അഭിമാനം. മണ്ണെന്നാ പറയുന്നത്. അപ്പൊ ദേശസ്നേഹികളായിട്ടുള്ള കാര്യമായി പറഞ്ഞത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി. അല്ല നമ്മുടെ ഇവിടെ എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിക് ഹിന്ദുവ വിളിക്കുന്നതിന്റെ കാര്യമല്ലേ പറഞ്ഞു. അപ്പം ഈ പത്രത്തില്, ബാക്കി എല്ലാ പത്രത്തിലും ഇതിന്റെ പേരും കൊടുത്തു, അല്ലെങ്കിൽ പത്മനാഭന്റെ ഇതാണ് കൊടുത്തത്, എന്താണ് കൊടുത്തത് ഉപഹാരം എന്ന്. ഈ പത്രത്തിൽ ഉപഹാരം കൊടുത്തന്നേ ഉള്ളൂ. ശ്രീ പത്മനാഭന്റെ ഇത് കൊടുത്തെന്നോ ഫോട്ടോ കൊടുത്തെന്നോ ഒന്നുമില്ല മാതൃഭൂമി പത്രത്തില്. ഇത് വളരെ ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് നിന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ആക്ഷേപമായിട്ട് വന്നു. അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം മാതൃഭൂമി മീശ നോവൽ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. അതിനു മുമ്പ് തൊട്ട് ഈ മാതൃഭൂമിയുടെ ചായ് അപ്പുറത്താണ്. അപ്പം ഈ ഓരോ ദിവസവും വരുന്ന വാർത്തകളിൽ ഇത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നത്. മാതൃഭൂമി അത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഹിന്ദുവിനെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പത്രമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇത് പറയാം, ബാക്കിയുള്ള പത്രങ്ങൾക്കകത്ത് കാണുമായിരിക്കും, പക്ഷെ മാതൃഭൂമി നമ്മൾ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു പത്രം എന്നുള്ള പേര് വെച്ചിട്ട് ഹിന്ദുക്കൾക്ക് എതിരെയുള്ള ഒളിച്ചു കടത്തൽ, ഹിന്ദു മോശമാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഒളിച്ചു കടത്തുന്ന പത്രമായിട്ട് മാതൃഭൂമി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. എന്ത് സംഘർഷം? ഒരു സംഘർഷവും. അവിടെ പോയ ബാരിക്കേഡ് പിടിച്ച് കുലിക്കുക, പോലീസ് പിന്നെ വരനെടുത്ത് വെച്ച് വെള്ളം അടിക്കും. അത് സംഘർഷമല്ല. സംഘർഷം എന്ന് അതിന് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു പ്രതിഷേധ മാർച്ച് നടന്നു, അത്രയേ ഉള്ളൂ. അതെന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി. പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവര് ഭയങ്കര ഐഡിയ ആണ് കേട്ടോ ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു പേരുള്ള ആളുകളെ എല്ലാം പിടിച്ച് ഒരു നേതൃസ്ഥാനത്ത് കൊണ്ടുവരും. നമ്മൾ PDP കണ്ടില്ല, ഒരു സ്വാമി പേര് ഞാൻ മറന്നു, എന്തോ ഒരു വർക്കല. അവന് എല്ലാത്തിന്റെ ഫ്രണ്ടിൽ കാണും. അവന് ഹിന്ദു അല്ല, ഒരു കാവ്യൊക്കെ ഉടുപ്പിച്ച് ഇത്രയും നേരം താടിയൊക്കെ വളർത്തി. ഓർമ്മയുണ്ടോ? എനിക്കറിയാം എന്തോ വർക്കലെന്ന് കണ്ടാ ഞാൻ മറന്നുപോയി. പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേരെന്ന് അറിയാമോ? സുരേന്ദ്രൻ പിന്നെ കുരീപ്പുഴ. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേന്ദ്രൻ കുരീപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള പേരുകൾ ഇവർക്ക് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ മാതൃഭൂമി ഇവർ തട്ടിയെടുത്തത്. ഇങ്ങനെയുള്ള മാതൃഭൂമി ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. ഈ സുരേന്ദ്രൻ കുരിയപ്പുഴയുടെ ജോലിയാ മാതൃഭൂമി ചെയ്യുന്നത്. ശ്യാമിന്റെ ഞാനതേ പറഞ്ഞുള്ളൂ. ഈ സുരേന്ദ്രൻ കുരിയപ്പുഴയുടെ ജോലിയാ മാതൃഭൂമി ചെയ്യുന്നത്. മാതൃഭൂമി എന്നുള്ള പേര് ഹിന്ദു ആണെന്നുള്ള ധാരണയില്
ഹിന്ദുവിനിട്ട് അടിക്കാൻ ഹിന്ദുവിനെ ഫ്രണ്ട് വെച്ചിട്ട് പണ്ടില്ലേ മഹാഭാരത യുദ്ധത്തിലെ ചവനിയെ ഫ്രണ്ട് വെച്ച് അദ്ദേഹത്തെ പുണ്യർത്തി അദ്ദേഹത്തെ കാച്ചില്ലയോ എന്ന് പറഞ്ഞ പോലെ ഹിന്ദുവിനെ കാച്ചാനുള്ള സാധനമായിട്ട് മാതൃഭൂമി ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. മാത്രമല്ല അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണെങ്കിൽ അവരുടെ വാർത്ത എഴുതട്ടെന്ന്, ഹിന്ദുവിന്റെ കെയർ ഓഫ് അതിന് വേണ്ട കാര്യമില്ലല്ലോ. മാതൃഭൂമി പേരിട്ടോ, അതൊന്നും ബ്രാക്കറ്റിൽ ജമാഅത്ത് ഇസ്ലാമി റിപ്പോർട്ടർകാരൻ മറ്റേ ന്യൂസ് കൊടുത്ത സ്പോൺസർ അടിച്ചോലെ അങ്ങനെ വല്ലതും കൊടുക്കട്ടെ. അല്ലാതെ മാതൃഭൂമി ഇങ്ങനെ വെച്ച് ഭയങ്കര മാതൃഭൂമി ആരും ശ്രദ്ധിക്കുക, ആരും ഇത് ഇവരെ അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല. ഇവര് മതരാജ്യം കെട്ടിപ്പടുത്താൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന. ഇപ്പൊ മതസിനിമ കെട്ടിപ്പടുക്കാൻ ഒരാൾ ഇറങ്ങിയപ്പോ അയാൾ കിടന്ന് വെള്ളം കുടിക്കാം. അതെ അതെ അതെ, വേറൊരാള് സർവത്ര കുഴപ്പം. പുള്ളി അതിനകത്ത് ഇരവാദമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു, ഇത് മട്ടാഞ്ചേരി മാഫിയയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങേരാണ്. അതെ അത് എല്ലാം വെളി വന്നില്ലേ, എല്ലാം വെളി. ഇപ്പൊ ഇത് ആദ്യം താമസിയാതെ ഒരു പലവട്ടമായി, ഇപ്പൊ പലവട്ടമായി. ഇനിയും മാതൃഭൂമി പറഞ്ഞാൽ നമ്മളും പറയും. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് കാണിക്കും, ആളുകളെ കാണിച്ചു കൊടുക്കും. ആളുകൾ അറിയട്ടെ ഒളിച്ചു കടത്തുന്നു. നേരെ നിങ്ങൾ നേരെ കടത്തുക, നിങ്ങൾ ഒളിച്ചു കയറി പുറകിൽ മറ്റേ മാസ്ക് വെച്ചുള്ള പരിപാടി അത് കണ്ടു. ഒരു സിനിമയ്ക്കകത്ത് ജഗതി ഉണ്ടല്ലോ, ഒരു മാസ്ക് വെച്ചിട്ട് ഇതായിട്ട് നടക്കുമല്ലോ, ഈ രാത്രി ഇറങ്ങി നടക്കുന്നത്. അതുപോലെ തുറക്കുമ്പോഴത്തേക്ക് ഹിക്കാ പൊക്കി നിങ്ങളെ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.